9th സ്റ്റാൻഡേർഡിലെ ജോഗ്രഫി ഫസ്റ്റ് ചാപ്റ്റർ ദ സൺ ദ അൾട്ടിമേറ്റ് സോഴ്സ്, സർവവും സൂര്യനാൽ. അതിലെ ഫസ്റ്റ് സെഷൻ നമ്മുടെ കഴിഞ്ഞു. ഇത് രണ്ടാമത്തെ ഭാഗമാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു വാട്ട് ഈസ് ഇൻസൊലേഷൻ എന്ന് പറഞ്ഞു അല്ലേ. ആൻഡ് ദെൻ പിന്നെ നമ്മൾ പറഞ്ഞു ദ പ്രോസസ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ഇൻ ദ അറ്റ്മോസ്ഫിയർ. തേർഡ് ടോപ്പിക്കാണ് നമ്മൾ പറഞ്ഞത് ഹീറ്റ് ബഡ്ജറ്റിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ടെമ്പറേച്ചറാണ്. ഇവിടെ ഇത് രണ്ടാമത്തെ യൂണിറ്റ് സെക്കൻഡ് സെഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ടെമ്പറേച്ചർ എന്താണെന്നാണ് ഇവിടെ നോക്കാം. ടെമ്പറേച്ചർ ഈസ് ദ ഡിഗ്രി ഓഫ് ഹോട്ട്നെസ് ഓഫ് ദ അറ്റ്മോസ്ഫിയർ. നമ്മൾ ഇത്ര ഡിഗ്രി എന്ന് പറയുന്നത്, ഇത്ര ഡിഗ്രി ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണത്? ദ ഡിഗ്രി ഓഫ് ദ ഹോട്ട്നെസ് ഓഫ് ദ അറ്റ്മോസ്ഫിയർ. കിട്ടിയില്ലേ? ഇനി എങ്ങനെയാണ് നമ്മൾ ഡിഗ്രി അളക്കണേന്ന് നോക്കാം. 2 PM ദ മീറ്ററോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ കാലാവസ്ഥ നിരീക്ഷകർ മീറ്ററോളജിസ്റ്റ് മെഷർ ചെയ്യുന്നത് മാക്സിമം ടെമ്പറേച്ചർ 2 PM മാക്സിമം ടെമ്പറേച്ചർ, നമ്മളൊരു പ്ലേസിൻ്റെ ടെമ്പറേച്ചർ നോക്കുമ്പോൾ മിനിമം ടെമ്പറേച്ചറും പറയും മാക്സിമം ടെമ്പറേച്ചറും പറയും അല്ലേ. നമ്മളിപ്പം നമ്മളൊരു ടെമ്പറേച്ചർ ഇത് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഇവിടുത്തെ മാക്സിമം എത്രയാണ്, മിനിമം എത്രയാണ്. അപ്പം മിനിമം നോക്കണത് എപ്പോഴാണ്? മിനിമം ടെമ്പറേച്ചർ ഈസ് ടേക്കൺ ജസ്റ്റ് ബിഫോർ ദ സൺറൈസിന് മുമ്പ്, സൂര്യോദയത്തിന് തൊട്ട് മുമ്പുള്ള സമയമാണ് നമ്മൾ മിനിമം എന്ന് പറയുന്നത്. കുറഞ്ഞ താപനില, ഏറ്റവും കൂടിയ താപനില മാക്സിമം ടെമ്പറേച്ചർ നോക്കുന്നത് 2 PM ഉച്ചയ്ക്ക് 2 മണിക്കാണ് നമ്മൾ നോക്കുന്നത്. കിട്ടിയില്ലേ? അപ്പോൾ ഈ പാരഗ്രാഫിൽ നമുക്ക് പഠിക്കാനുള്ളതാണ് അന്തരീക്ഷത്തിലെ താപത്തിൻ്റെ തീവ്രതയുടെ അളവിനെയാണ് താപനില എന്ന് പറയുന്നത്. വാട്ട് ഈസ് ടെമ്പറേച്ചർ? ഫസ്റ്റിൽ ഇതാണ് പറയേണ്ടത് കേട്ടോ. എന്താണ് താപനില എന്ന്? അന്തരീക്ഷത്തിലുള്ള താപം എത്രയാണ് അന്തരീക്ഷത്തിൽ, അതിൻ്റെ നിലയിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? താപനില എന്ന് പറയുന്നത്. ഇനി എപ്പോഴാണ് നമ്മൾ സാധാരണ അന്തരീക്ഷത്തിലെ മാക്സിമം മിനിമം എന്ന് പറയുന്നത്? ഉച്ചയ്ക്ക് 2 മണിക്കാണ്. പിന്നെ ഏറ്റവും കുറഞ്ഞ താപനില പറയുന്നത് എന്താണ്? സൂര്യോദയത്തിന് തൊട്ട് മുമ്പ്. കിട്ടിയില്ലേ? ഇനി അടുത്ത നമുക്ക് പഠിക്കാനായിട്ട് നെക്സ്റ്റ് പേജിലാണ്. ഇവിടെ നോക്കാം, ഈ ടോപ്പിക് എടുക്കാം. ഇവിടെ നമുക്കൊരു ഇക്വേഷൻ പഠിക്കാനുണ്ട് കേട്ടോ. ദ ഡിഫറൻസ് ബിറ്റ്വീൻ, അപ്പോൾ ഇവിടെ ഇത് മാത്രമേ ഉള്ളൂ ടെമ്പറേച്ചർ എന്താണെന്ന്. പിന്നെ കൂടിയ മാക്സിമം ടെമ്പറേച്ചറും കുറഞ്ഞ താപനില മിനിമം ടെമ്പറേച്ചറും എപ്പോഴാണ് സമയം. കിട്ടി എല്ലാവർക്കും? അടുത്ത ടോപ്പിക്ക് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് വാട്ട് ഈസ് ഡയർണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ. എന്താണ് ഡയർണൽ റേഞ്ച്? എന്താണ്? ദ ഡിഫറൻസ് ബിറ്റ്വീൻ മാക്സിമം ആൻഡ് ദ മിനിമം ടെമ്പറേച്ചർ. ഇപ്പം നമ്മുടെ മാക്സിമം ടെമ്പറേച്ചർ അളന്നെഴുതാം, എന്നിട്ട് അതിൽ നിന്ന് മിനിമം ടെമ്പറേച്ചർ മൈനസ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡയർണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ. കിട്ടിയ ഇക്വേഷൻ കിട്ടിയ എല്ലാവർക്കും? Diurnal range of temperature is equal to maximum temperature of the day minus minimum temperature of the day. ഇത് പഠിച്ചാലും കുഴപ്പമില്ല, രണ്ടും സെയിം തന്നെയാണ്. ഇത് ഇക്വേഷൻ ആയിട്ട് പറഞ്ഞേക്കണം, ഇത് സെൻറ്റൻസ് ആയിട്ട്, രണ്ടും സെയിം തന്നെയാണ് കേട്ടോ. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ആണ് ഒരു ദിവസത്തെ കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയും തമ്മിലുള്ള വ്യത്യാസത്തെ ദൈനിക താപാന്തരം എന്ന് പറയുന്നു. മലയാളം മീഡിയത്തിൻ്റെ നോക്കാം. ഇവിടെ ദൈനിക താപാന്തരം, ഒരു ദിവസത്തെ കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയും അത് തമ്മിലുള്ള വ്യത്യാസത്തെയാണ് ദൈനിക താപാന്തരം. ഇനി ഇവിടെ ഇത് പഠിക്കുക. ദൈനിക താപാന്തരം എന്ന് പറഞ്ഞാൽ എന്താണ്? കൂടിയ താപനിലയിൽ നിന്ന് മൈനസ് കുറഞ്ഞ താപനില നമ്മൾ പഠിക്കാം. ഇനി ഒരു ദിവസത്തെ ശരാശരി താപനിലയെ നമ്മൾ എന്തെന്നാ പറയുന്നത്? ശരാശരി താപനിലയെയാണ് ദ ആവറേജ് ടെമ്പറേച്ചർ. The average temperature of the day is termed daily mean temperature. കിട്ടിയോ? ഡെയിലി മീൻ ടെമ്പറേച്ചർ എന്നാണ് ദൈനിക ശരാശരി താപനില എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തെ ശരാശരി താപനിലയാണ് ദൈനിക ശരാശരി താപനില. പഠിക്കണം കേട്ടോ. അത് എന്താണ് ദൈനിക ശരാശരി താപനില? What is the daily mean temperature എന്ന് പറഞ്ഞാൽ the average temperature of the day is termed daily mean temperature. ഇനി അത് കാണാനുള്ള ഇക്വേഷൻ ആണ്. ഡെയിലി മീൻ ടെമ്പറേച്ചർ എങ്ങനെയാ? മാക്സിമം ടെമ്പറേച്ചർ ഓഫ് ദ ഡേ പ്ലസ് മിനിമം, രണ്ടും കൂടി കൂട്ടുക. ഇവിടെ നമ്മൾ എന്താണ്? ഡയർണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ കാണാൻ രണ്ടിൽ നിന്ന് മൈനസ് ചെയ്തു. മാക്സിമത്തിൽ നിന്ന് മിനിമം ടെമ്പറേച്ചർ മൈനസ് ചെയ്താൽ ഡയർണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ദൈനിക ശരാശരി കിട്ടും അല്ലേ. ഇവിടെ കിട്ടുന്നത് എന്താണ്? ഡെയിലി മീൻ ടെമ്പറേച്ചർ കാണണമെങ്കിൽ എന്താണ് ഫോർമുല? മാക്സിമം ടെമ്പറേച്ചറും മിനിമം ടെമ്പറേച്ചറും കൂടി പ്ലസ് ചെയ്യാം. മാക്സിമം ടെമ്പറേച്ചർ ഓഫ് ദ ഡേ പ്ലസ് മിനിമം ടെമ്പറേച്ചർ ഓഫ് ദ ഡേ ബൈ 2.
കിട്ടിയോ? ഇവിടെ നമുക്കിവിടെ വരുന്നത് എന്താണ്? ഈ ദൈനിക ഇത് കിട്ടണമെങ്കിൽ ദൈനിക ശരാശരി താപനില കിട്ടാൻ കൂടിയ താപനിലയിൽ നിന്ന് പ്ലസ് കുറഞ്ഞ താപനില രണ്ടും കൂടി കൂട്ടുക, ഡിവൈഡഡ് ബൈ 2. ഇത്രയാണ് നമുക്കിവിടെ പഠിക്കാനുള്ള രണ്ട് ഇക്വേഷൻസ് കേട്ടോ. ഒന്ന് ഡയർണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ, പിന്നെ ഡെയിലി മീൻ ടെമ്പറേച്ചർ. രണ്ട് കാണാനുള്ള ഇക്വേഷൻ ശരിക്കും പഠിക്കണം എല്ലാവരും. ദൈനിക താപാന്തരം കാണാനും ദൈനിക ശരാശരി താപനില രണ്ടും കാണാനുള്ള ഇക്വേഷൻ കേട്ടോ. ദൈനിക താപാന്തരം കാണാനായിട്ട് ഡയർണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ കാണാൻ രണ്ടിൽ നിന്നും മൈനസ് ചെയ്താൽ മതി. മാക്സിമം ടെമ്പറേച്ചറിൽ നിന്ന് മിനിമം ടെമ്പറേച്ചർ മൈനസ് ചെയ്യാം. ഇനി ദൈനിക ശരാശരി താപനിലയാണ് കാണണമെങ്കിൽ ഡെയിലി മീൻ ടെമ്പറേച്ചർ കാണാൻ മാക്സിമം ടെമ്പറേച്ചർ ഓഫ് ദ ഡേ പ്ലസ് മിനിമം ടെമ്പറേച്ചർ, കൂടിയ താപനില പ്ലസ് കുറഞ്ഞ താപനില, എന്നിട്ട് ഡിവൈഡഡ് ബൈ 2. ഇനി ഇവിടെ ഇത് നമുക്കൊന്ന് മനസ്സിലാക്കാനുണ്ട്, മാക്സിമം മിനിമം തെർമോമീറ്റർ എന്താണെന്ന്. മാക്സിമം മിനിമം തെർമോമീറ്റർ, ദിസ് ഇസ് ദ ഇൻസ്ട്രുമെന്റ്. ഇതൊരു ഇൻസ്ട്രുമെന്റ്. എന്താണ് ഈ ഇൻസ്ട്രുമെന്റ്? എങ്ങനത്തെ ഇൻസ്ട്രുമെന്റ് ആണ്? ഫോർ മെഷറിംഗ് ദ മാക്സിമം ആൻഡ് മിനിമം ടെമ്പറേച്ചർ ഓഫ് ദ ഡേ. ഒരു ദിവസത്തെ മാക്സിമം മിനിമം ടെമ്പറേച്ചർ അളക്കാനുള്ള ഇൻസ്ട്രുമെന്റിന്റെ പേര് ചോദിക്കൂ കേട്ടോ. അതേതാണ്? മാക്സിമം മിനിമം തെർമോമീറ്റർ. ഒരു ദിവസത്തെ കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയും അളക്കുന്ന ഉപകരണമാണ് മാക്സിമം മിനിമം തെർമോമീറ്റർ. ഇനി അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് അതുകൂടി ഒന്ന് അടയാളപ്പെടുത്തി വയ്ക്കണം. ദ മെർക്കുറി ഫിൽഡ്. ഇവിടെ എന്താണ് വയ്ക്കുന്നത്? അതിൻ്റെ ഉള്ളിൽ മെർക്കുറി ആണെന്ന് ഫിൽ ചെയ്യുന്നത്. ദ മെർക്കുറി ഫിൽഡ് രസമാണ്, താപമേറ്റ് വികസിക്കുകയും അത് ലോഹനിർമ്മിതമായി സൂചികയെ തള്ളി ഉയർത്തുകയും അങ്ങോട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ മാക്സിമം തെർമോമീറ്ററിൻ്റെ ഉള്ളിൽ എന്താ വെക്കുന്നത്? രസം എന്ന് വെച്ചാൽ മെർക്കുറി ആണെന്ന് കേട്ടോ. ഇനി മിനിമം തെർമോമീറ്ററിലോ? മിനിമം തെർമോമീറ്റർ ഹാസ് യൂസ്ഡ് ദ ആൽക്കഹോൾ. അതിലെന്താ ഉപയോഗിക്കുന്നത്? അതിൽ മിനിമം തെർമോമീറ്ററിൻ്റെ ഉള്ളിൽ ആൽക്കഹോൾ ആണ് നിറഞ്ഞിരിക്കുന്നത്. അപ്പം മാക്സിമം മിനിമം തെർമോമീറ്റർ എന്തളക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ്? രണ്ട് സെൻറ്റൻസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് സെൻറ്റൻസ് പഠിക്കുക, ദിസ് ഇസ് എ ഇൻസ്ട്രുമെന്റ് ഫോർ മെഷറിംഗ് മാക്സിമം ആൻഡ് മിനിമം ടെമ്പറേച്ചർ. മാക്സിമം ടെമ്പറേച്ചറും മിനിമം ടെമ്പറേച്ചറും കാണാനുള്ള ഇൻസ്ട്രുമെന്റ് ആണ് ഈ മാക്സിമം മിനിമം തെർമോമീറ്റർ. അതിൽ മാക്സിമം തെർമോമീറ്ററിന്റെ ഉള്ളിൽ എന്താ നിറയ്ക്കുന്നത്? മെർക്കുറിയാണ്, രസമാണ്. മെർക്കുറിയുടെ വേർഡാണ്, മലയാളം വേർഡാണ് രസം കേട്ടോ. അതേസമയം മിനിമം ടെമ്പറേച്ചറിൽ, മിനിമം തെർമോമീറ്ററിൽ അതെന്താണ് ചെയ്യുന്നത്? ആൽക്കഹോൾ ആണ് നമ്മൾ ചേർക്കണത് എന്ന്. ഇതിൽ ആൽക്കഹോൾ ഇവിടെ അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. ഇത് ആൽക്കഹോൾ ആണ്, ഇവിടെ എന്താണ് വരുന്നത്? രസമാണ്, മെർക്കുറി ആണ് എന്ന്. കിട്ടിയില്ലേ? ഇനി നെക്സ്റ്റ് പേജിലാണ് നമുക്ക്. അപ്പോൾ ഇവിടെ നമ്മൾ മാക്സിമം രണ്ട് ഇത് പഠിച്ചു. ടെമ്പറേച്ചറിൽ ഡയർണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചറും ഡെയിലി മീൻ ടെമ്പറേച്ചർ. ഇനി നെക്സ്റ്റ് പേജിൽ ഇവിടെ നമുക്ക് ഇത് മാത്രമേ പഠിക്കാനുള്ളൂ. ഇവിടെ ഐസോടേംസ് എന്താണെന്ന് കേട്ടോ. ഈ ഡെഫിനിഷൻ നോക്കിയാൽ മതി. ദ ഇമാജിനറി ലൈൻ. ഓക്കെ, ഈ മാപ്പിൽ ഒരു വരകൾ ഇങ്ങനെ വരച്ചോ, ഇതിനെയാണ് പറയുന്നത് കേട്ടോ. ദ ഇമാജിനറി, ഇവിടെ തുടങ്ങി അടയാളപ്പെടുത്തി വയ്ക്കുക കേട്ടോ. ദ ഇമാജിനറി ലൈൻ കണക്ടിങ് പ്ലേസസ് ഹാവിങ് ഈക്വൽ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ ആർ കോൾഡ് ഐസോതേംസ്. എന്താ ഐസോതേംസ് പറഞ്ഞാൽ? സമതാപരേഖകൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. എന്താ സമതാപരേഖകൾ? ദ ഇമാജിനറി ലൈൻ. എന്താ ഇമാജിനറി? സാങ്കല്പിക രേഖയാണ് കേട്ടോ, ശരിക്കും ഉള്ളതല്ല, സാങ്കല്പികമാണ്. നമ്മൾ സങ്കല്പിക്കാണ്. ഒരേ അന്തരീക്ഷ താപനിലയിലുള്ള പ്രദേശങ്ങളെ, അന്തരീക്ഷ താപനില ഒരേപോലത്തെയുള്ള ആ പ്രദേശങ്ങളെ യോജിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന സാങ്കല്പിക രേഖേനെയാണ് സമതാപരേഖകൾ എന്ന് പറയുന്നത്. അപ്പം എന്താണ് സമതാപ രേഖകൾ എന്ന്? ഒരേ അന്തരീക്ഷ നിലയിലുള്ള പ്രദേശങ്ങളെ യോജിപ്പിച്ച് നമ്മൾ വരയ്ക്കുന്ന സാങ്കല്പിക രേഖേനെയാണ് ഐസോതേംസ് എന്ന്, സമതാപ രേഖകൾ എന്ന് പറയുന്നത്. കിട്ടിയില്ലേ? The imaginary line connecting the places having equal atmospheric temperature are called isotherms. പിന്നെ ഇവിടെ ഇതിലൊന്നും പഠിക്കാനില്ല കേട്ടോ. ഇനി അടുത്തത് ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. The factors influencing distribution of temperature. The factors which influencing the distribution of temperature. താപവിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. നമുക്കൊരു ശരിക്കും ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആയിട്ട് വേണമെങ്കിൽ വരാം കേട്ടോ. ഏതൊക്കെയാണ്? 4 ഫാക്ടേഴ്സ് ഉണ്ട്.
ആ പേരുകൾ ആദ്യം പഠിക്കാം കേട്ടോ. ഫാക്ടേഴ്സിൻ്റെ പേരുകളൊന്ന് പഠിച്ചേ. ഫസ്റ്റ് വൺ ആണ് ലാറ്റിറ്റ്യൂഡ്, ദെൻ അടുത്തത് ഓൾട്ടിറ്റ്യൂഡ്, പിന്നത്തെ നിയർനെസ് ടു ദ ഓഷ്യൻ, പിന്നെ ഒരെണ്ണം കൂടി അടുത്ത പേജിലുണ്ട്, ദാറ്റ് ഈസ് ദ വിൻഡ് എന്നാണ്. മലയാളം മീഡിയത്തിൻ്റെ നോക്കാം. ഫസ്റ്റ് വൺ ലാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ അക്ഷാംശ സ്ഥാനം, പിന്നത്തെ ഓൾട്ടിറ്റ്യൂഡ് ഉയരം, പിന്നത്തെ നിയർനെസ് ടു ഓഷ്യൻ സമുദ്ര സാമീപ്യമാണ്, ആൻഡ് ദെൻ ലാസ്റ്റ് വൺ കാറ്റ് വിൻഡ്. കിട്ടിയോ? എല്ലാവരും 4 എണ്ണം പഠിച്ചോ? ശരിക്കും പഠിക്കാതെ 4 എണ്ണം. താപവിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ, ദ ഫാക്ടേഴ്സ് ദറ്റ് ഇൻഫ്ലുവൻസ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ ടെമ്പറേച്ചർ, 4 എണ്ണം ഉണ്ട്. ഫസ്റ്റ് വൺ ലാറ്റിറ്റ്യൂഡ്, പിന്നെ ഏതാണ് ഓൾട്ടിറ്റ്യൂഡ്, നിയർനെസ് ടു ഓഷ്യൻ ആൻഡ് ദ വിൻഡ്. അക്ഷാംശ സ്ഥാനം, ഉയരം, സമുദ്ര സാമീപ്യം, കാറ്റ്. ഇനി ഓരോന്നിനെയും കുറിച്ച് നമുക്ക് കുറച്ച് പോയിന്റ്സ് ഒന്ന് പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇവിടെ ഫസ്റ്റ് വൺ അക്ഷാംശ സ്ഥാനം, ലാറ്റിറ്റ്യൂഡാണ്. എന്താണ് ലാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഓക്കെ, ഇവിടെ നിന്ന് ഞാൻ അടയാളപ്പെടുത്താം കേട്ടോ. സൺലൈറ്റ് ഈസ് മോസ്റ്റ് ഇൻറ്റൻസ് ഇൻ ദ ട്രോപ്പിക്കൽ റീജിയൻ. ട്രോപ്പിക്കൽ റീജിയനിൽ ഉഷ്ണമേഖലാ പ്രദേശത്ത് സൗരോർജ്ജം ഏറ്റവും കൂടുതൽ സൗരോർജ്ജം അനുഭവപ്പെടുന്നത് എവിടെയാണ്? ഉഷ്ണമേഖലാ പ്രദേശത്ത്, ട്രോപ്പിക്കൽ റീജിയനിലാണ്. ദ റീജിയൻ റിസീവ്സ് മോർ എനർജി ആസ് ദ സൺറൈസ് ആർ ഓൾമോസ്റ്റ് വെർട്ടിക്കൽ. കാരണം എന്താ? അവിടെ വെർട്ടിക്കലായിട്ടാണ് സൂര്യരശ്മികൾ, ലംബമായിട്ട് സൂര്യരശ്മികൾ നേരെ ഇങ്ങോട്ട് പതിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? അതുകൊണ്ടാണ് ഉഷ്ണമേഖലാ പ്രദേശത്ത് സൂര്യൻ്റെ സൗരോർജ്ജം ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത്. ഇനി ധ്രുവങ്ങളോട് ഇവിടെ നിന്നൊക്കെ നമ്മൾ പറയുന്നത് നോർത്ത് പോളും സൗത്ത് പോളും, ധ്രുവങ്ങളുടെ അടുത്തേക്ക് പോകുന്തോറും ഇതിങ്ങനെ ചെരിഞ്ഞു പോകണം. ധ്രുവങ്ങളോട് അടുക്കും തോറും സൂര്യരശ്മികളുടെ പതന കോണിൽ ചെരിവുണ്ടാകുകയാണ്. കൂടുതൽ ചെരിയും തോറും സൂര്യരശ്മികൾ അന്തരീക്ഷത്തിലുള്ള കൂടുതൽ ദൂരം സഞ്ചരിക്കുന്നതിൽ ഊർജം നഷ്ടപ്പെടുകയാണ് ഉണ്ടായത്. ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് of the sun rays become more inclined to the approaching poles. പോൾസിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ, പോൾസ് ഉണ്ട് നോർത്ത് പോൾ, സൗത്ത് പോൾ, ഉത്തരധ്രുവം, ദക്ഷിണധ്രുവം. ഉത്തരധ്രുവത്തിലേക്കും ദക്ഷിണധ്രുവത്തിലേക്കും സൂര്യരശ്മികൾ ഇങ്ങോട്ട് പതിക്കുന്നത് ഇവിടെ ശരിക്കും വെർട്ടിക്കലായിട്ടാണ്. പക്ഷെ ഉത്തരധ്രുവത്തിലേക്ക് ഇതിലെ ഇങ്ങനെ പോകണം, ഇവിടെ നിന്ന് ഇങ്ങോട്ട് നീണ്ട് കുറച്ച് സ്ഥലം കൂടുതൽ പോകണില്ലേ? അങ്ങനെ കൂടുതൽ പോകുമ്പോൾ എന്ത് സംഭവിക്കും? കൂടുതൽ ദൂരം സഞ്ചരിക്കുന്നതുകൊണ്ട് ഊർജം കുറച്ച് നഷ്ടപ്പെട്ടു പോകുമെന്ന്. The rays have to travel more through the atmosphere owing to the inclination. ഒരു ചെരിവ് ഉണ്ടാവും ധ്രുവങ്ങളിലേക്ക്. പോൾസിലേക്ക് പോകുമ്പോൾ സൂര്യരശ്മികൾക്ക് ഒരു ചെരിവ് ഉണ്ടാവുകയാണ്. എന്നുവെച്ചാൽ കുറച്ച് വളഞ്ഞിട്ട് വേണം ഈ പോൾസിലേക്ക് എത്താനായിട്ട്, കുറച്ച് ദൂരം സഞ്ചരിക്കണം. അപ്പോൾ ഇവിടെ ഊർജം നഷ്ടപ്പെടുകയാണ്. ധ്രുവങ്ങളിലെ പോൾസിൽ, നോർത്ത് പോൾസും സൗത്ത് പോൾസിലും ഹീറ്റ് കുറയാണ്. സൂര്യൻ്റെ ഊർജം, സൗരോർജം, സോളാർ എനർജി കുറഞ്ഞ് പോവുകയാണ് എന്ന്. അടുത്ത നമുക്ക് ഈ പേജിലാണ് ഇനി പഠിക്കേണ്ടത് രണ്ടാമത്തെ. അപ്പോൾ ലാറ്റിറ്റ്യൂഡ് നമുക്ക് ഇത്രയേ ഉള്ളൂ. ഇനി ഓൾട്ടിറ്റ്യൂഡ്, ഉയരം കൂടുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഉയരം കുറയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ട്രോപ്പോസ്ഫിയറിലെ താപനില ഉയരുന്നതനുസരിച്ചിട്ട് ഓരോ 165 മീറ്ററിനും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ കുറഞ്ഞു വരുന്നു. താപം കുറഞ്ഞു വരുന്നു, ഹീറ്റ് കുറയാണ്. ദ ടെമ്പറേച്ചർ ഇൻ ദ അറ്റ്മോസ്ഫിയർ decreases at the rate of 1 degree Celsius per 165 meter of altitude. അപ്പം നമ്മുടെ ഇവിടുന്ന് ഉയർന്ന് 165 മീറ്റർ ഉയർന്നു കഴിഞ്ഞാൽ 1 ഡിഗ്രി കുറയും. ഇപ്പം ഇവിടെ 10 ഉണ്ടായെങ്കിൽ 165 മീറ്റർ ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നത്? 1 ഡിഗ്രി കുറയും. അപ്പം 500 എത്തുമ്പോൾ എത്ര ഡിഗ്രി കുറയും? അങ്ങനെ കുറഞ്ഞ് പോവുകയാണ്. ഓൾട്ടിറ്റ്യൂഡ് ഇൻ മീറ്ററിലേക്കാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇത് ആദ്യം 500, പിന്നെ 1000, 1500, 1650 വരെയാണ്. അപ്പോൾ ഇവിടെ നിന്ന് മുകളിലേക്ക് പോകും തോറും ഓരോ 165 മീറ്ററിലും 1 ഡിഗ്രി ഇങ്ങനെ കുറഞ്ഞ് പോകുമെന്ന്. കിട്ടിയോ? അപ്പോൾ ഈ ഫസ്റ്റ് ലൈൻ ഇത് പഠിക്കാനുള്ളതാണ്. ദ ടെമ്പറേച്ചർ ഇൻ ദ അറ്റ്മോസ്ഫിയർ decreases at the rate of 1 degree Celsius per 165 meter of altitude. ട്രോപ്പോസ്ഫിയറിലെ താപനില ഉയരത്തിനനുസരിച്ചിട്ട് ഓരോ 165 മീറ്ററും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ കുറഞ്ഞ് വരുന്നു എന്ന്. അപ്പോൾ നമുക്കിവിടെ വരുന്നതൊക്കെ ദ ടെമ്പറേച്ചർ, ഇവിടെ ഇതിൻ്റെ ചോദ്യം ഉത്തരം ഇവിടെ തന്നെയുണ്ട്. ദ ടെമ്പറേച്ചർ ഈസ് കമ്പാരിറ്റീവ്ലി ലോ at places situated much above the sea level. അതുകൊണ്ട് സീ ലെവലിൽ നിന്ന് കുറേ മുകളിലേക്ക് പോകുന്തോറും എന്ത് സംഭവിക്കും? ടെമ്പറേച്ചർ കുറയും. അതുകൊണ്ടാണ് ഇതാണ് ചോദ്യം വരുന്നത്. The temperature experienced in the places like Idiki and Wayanad is lower than that of the neighboring district Ernakulam and Kozhikode respectively. Why? എന്തുകൊണ്ടാണ്? ഇടുക്കിയിലും
വയനാടും എറണാകുളത്തും കോഴിക്കോടിനുള്ളതിനേക്കാളും ടെമ്പറേച്ചർ കുറവാണെന്ന്. എന്തുകൊണ്ടാണ്? അതിൻ്റെ ഉത്തരമാണ് ഇതൊരു ചോദ്യം കേട്ടോ. വൈ, എന്തുകൊണ്ടാണെന്ന്. ഇടുക്കി, വയനാട് തുടങ്ങിയ പ്രദേശങ്ങളിൽ സമീപ ജില്ലകളായ എറണാകുളം, കോഴിക്കോട് എന്നിവിടങ്ങളിൽ താപനിലയേക്കാൾ കുറഞ്ഞ താപനിലയാണ് ഇടുക്കിയിലും വയനാട്ടിലും എന്തുകൊണ്ടാണെന്നുള്ളതിന് ഉത്തരം ഇവിടെയാണ്. എന്താ കാരണം? സമുദ്രനിരപ്പിൽ നിന്ന് വളരെ ഉയരെ സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങൾ. ഇത് വളരെ ഉയരത്തിലാണ് ഏത് രണ്ടും, ഇടുക്കിയും വയനാടും. അതുകൊണ്ടാണ് അവിടെ താപനില കുറവ്. കിട്ടിയില്ലേ? ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് ഇത് തന്നെയാണ് ഉത്തരം. ദ ടെമ്പറേച്ചർ ഈസ് കമ്പാരിറ്റീവ്ലി ലോ അറ്റ് ദ പ്ലേസസ് സിറ്റുവേറ്റഡ് മച്ച് എബവ് ദ സീ ലെവൽ. അപ്പോൾ രണ്ടാമത്തെ ടോപ്പിക്ക് കഴിഞ്ഞു. അപ്പോൾ ഓൾട്ടിറ്റ്യൂഡിൽ നമുക്ക് ഇതാണോ ശരിക്കും പഠിക്കാനുള്ളത്? ഇത് നമുക്കൊന്ന് മനസ്സിലാക്കാനുള്ളൂ. ഇവിടെ എത്രയാണ്? 165 മീറ്റർ ആണ്. 165 മീറ്ററിൽ ഓരോ ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ് വരുമെന്ന്. ആൻഡ് ദ തേർഡ് വൺ ആണ് നിയർനെസ് ടു സീ, സമുദ്ര സാമീപ്യം. സമുദ്രത്തിനോട് അടുക്കും തോറും എന്താ സംഭവിക്കണേന്ന് നോക്കാം. സമുദ്ര സാമീപ്യമുള്ള സ്ഥലങ്ങളിൽ താപാന്തരം കുറവും ഉൾപ്രദേശങ്ങളിൽ കൂടുതലും ഉണ്ടാവുന്നു. താപം കൂടുതൽ ഉണ്ടാവുന്നത് നോക്കാം. ഇവിടെ നിന്ന് അടയാളപ്പെടുത്താം. ദ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ, ഇവിടെ തുടങ്ങി. ദ റേഞ്ച് ഓഫ്, കണ്ടല്ലായിരുന്നു നാലാമത്തെ ലൈനിൽ. ദ റേഞ്ച് ഓഫ് ദ ടെമ്പറേച്ചർ വിൽ ബി ഹൈ അറ്റ് ദ പ്ലേസസ് ഫ്രം ദ സീ ആൻഡ് വൈസ് വേഴ്സ. വൈസ് വേഴ്സ എന്ന് പറഞ്ഞാൽ എന്താണ്? നേരെ തിരിച്ച്. വിൽ ബി ഹൈ ദ പ്ലേസ് അവേ ഫ്രം ദ സീ. സീയുടെ അടുത്തുള്ളതിന് എന്താണ്? ടെമ്പറേച്ചർ ഭയങ്കര കൂടുതലായിരിക്കും. ആൻഡ് വൈസ് വേഴ്സ എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ചാണെന്ന്. എന്തെന്ന്? ടെമ്പറേച്ചർ വിൽ ബി വെരി ലോ, അല്ലേ? ദ ടെമ്പറേച്ചർ റിമെയിൻസ് മോഡറേറ്റ് ആവുന്നത് എപ്പോഴും എന്തായിരിക്കും? അറ്റ് ദ പ്ലേസസ് ക്ലോസ് ടു ദ സീ. ആൻഡ് ദിസ് ഇസ് ബിക്കോസ് ദ ഹീറ്റിംഗ് ഓഫ് ദ ലാൻഡ് കോസ് വിൻഡ് ടു ബ്ലോ ഫ്രം ദ സീ ടു ലാൻഡ് ആൻഡ് കൂളിംഗ് ഓഫ് ദ ലാൻഡ് കോസ് വിൻഡ് ടു ബ്ലോ ഫ്രം ലാൻഡ് ടു സീ. സീയിൽ നിന്ന് കടലിൽ നിന്ന് കരയിലേക്കും തിരിച്ച് കരയിൽ നിന്ന് കടലിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ കര ചൂടാവുമ്പോൾ എന്ത് സംഭവിക്കും? കടലിൽ നിന്ന് കരയിലേക്ക് പോകും. ഇനി കര തണുക്കുമ്പോഴോ തിരിച്ച് വായുവിൻ്റെ നീക്കം അവിടുന്ന് എന്ത് ചെയ്യും? കടലിൽ നിന്ന് കരയിലേക്ക് വരും. അപ്പോൾ സാമീപ്യം, അതുകൊണ്ടാണ് സമുദ്ര സാമീപ്യമുള്ള സ്ഥലങ്ങളിൽ സദാ മിതമായിട്ടുള്ള കാലാവസ്ഥയാണ് എന്ന്. ഇവിടെ നമുക്കൊരു കല്ലിയിൽ തന്നിട്ടുണ്ട്. ഇത് പഠിക്കാനല്ല കേട്ടോ, ഒന്ന് മനസ്സിലാക്കാനാണ്. തിരുവനന്തപുരത്ത് നമ്മൾ കൂടിയ താപനില 33 ആണെങ്കിൽ കുറഞ്ഞത് എത്രയാണ്? 28 ആണ്. അപ്പോൾ താപാന്തരം നമ്മളത് പഠിച്ചതാണ്. റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ എത്രയാണ്? റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ കാണാനുള്ള ഇക്വേഷൻ ആണ് കേട്ടോ. എന്താണ് റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ? മാക്സിമത്തിൽ നിന്ന് മിനിമം മൈനസ് ചെയ്യുക. അതിൽ നമ്മൾ പറയാം ഡയറണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ. ദൈനിക താപാന്തരം കാണണമെങ്കിൽ എന്ത് ചെയ്യണം? 33 നിന്ന് 28 കുറയ്ക്കുക. അപ്പം നമുക്ക് കിട്ടും 5 ഡിഗ്രി. അതേപോലെ ബാംഗ്ലൂരിൽ 35 ഡിഗ്രിയും 23 ഡിഗ്രി സെൽഷ്യസ് ആണ് മിനിമം. അപ്പോൾ 35 23 മൈനസ് ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടി 12. ഇവിടെ ഇതൊന്നും മനസ്സിലാക്കാനുള്ളൂ നിങ്ങൾക്ക്. എന്താണ്? മാക്സിമം ടെമ്പറേച്ചർ തന്നിട്ടുണ്ടാവും, മിനിമം ടെമ്പറേച്ചർ തന്നിട്ടുണ്ടെങ്കിൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ കാണാൻ മാക്സിമത്തിൽ നിന്ന് മിനിമം മൈനസ് ചെയ്യുക. അത്രയേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ദ ഡയറണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ഈസ് വെരി ഹൈ ഫോർ ഡൽഹി ആൻഡ് ബാംഗ്ലൂർ, അല്ലേ? ഇവിടെ ഡൽഹിയിലും ബാംഗ്ലൂരിലും എത്രയാണ്? 12ഉം 17ഉം ഉണ്ട്, അല്ലേ? ആൻഡ് ഇറ്റ് ഈസ് വെരി ലോ തിരുവനന്തപുരം ആൻഡ് ഗോവ. ഗോവയിലും തിരുവനന്തപുരത്തും വളരെ കുറവാണ്. എന്തുകൊണ്ടാണ്? അതിൻ്റെ ഉത്തരം നമുക്ക് തന്നെ അറിയാം. എന്തുകൊണ്ടാണ്? ഇതാണ് ഉത്തരം. എന്താണ്? നിയർനെസ് ടു ഓഷ്യൻ. ആര്? തിരുവനന്തപുരത്തും പിന്നെ എവിടെയാണ്? ഗോവയിലല്ലേ കുറവ്. അത് രണ്ടും എവിടെയാണ്? ഓഷ്യനോട് അടുത്താണ്. അതുകൊണ്ടാണ് അവിടെ ചൂട് കുറവ്. അപ്പോൾ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ അവിടെ കുറയാനുള്ള കാരണം അതാണെന്ന്. ആൻഡ് ദ ലാസ്റ്റ് ടോപ്പിക്, നാലാമത്തെ ടോപ്പിക്കാണ് നമുക്കുള്ളത് വിൻഡ്. നോക്കാം. വിൻഡിൽ നമ്മൾ എന്താ പറയുന്നത്? ഇവിടെ ഇത് മാത്രമേ പഠിക്കാനുള്ളത്. ഇവിടെ തുടങ്ങി കേട്ടോ. ദ വാം ആൻഡ് ദ കോൾഡ് വിൻഡ് ക്യാൻ ബി, വാം വിൻഡും കോൾഡ് വിൻഡും രണ്ട് തരം വിൻഡാണ്. റെസ്പെക്റ്റീവ്ലി റേസ് ആൻഡ് ഓർ ലോവർ ദ ടെമ്പറേച്ചർ ഓഫ് ദ പ്ലേസസ് ടു വിച്ച് ദേ പാസസ്. രണ്ട് തരത്തിലുള്ള വിൻഡാണ്. ഏതൊക്കെയാണ്? വാം വിൻഡും കോൾഡ് വിൻഡും. അതാണ് എന്ത് ചെയ്യുന്നത്? റേസ് ചെയ്യുന്നതും ലോവർ ചെയ്യുന്നതും. വാം വിൻഡ് റേസ് ചെയ്യും, അല്ലേ? കോൾഡ് വിൻഡ് എന്ത് ചെയ്യും? ലോവർ ചെയ്യും, താത്തും. നമ്മുടെ ഇവിടെ മലയാളം മീഡിയത്തിൽ നോക്കാം. ഉഷ്ണക്കാറ്റും ശീതക്കാറ്റും അവ കടന്നു പോകുന്ന പ്രദേശങ്ങളിലെ അന്തരീക്ഷ താപനിലയെ യഥാക്രമം ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുന്നു. ആ ലൈൻ മാത്രം അടയാളപ്പെടുത്താം കേട്ടോ. ഇത് മാത്രം വിൻഡിൻ്റെ ഇതിൽ നമുക്ക് പഠിക്കാനുള്ളൂ. ഇനി അടുത്തത് ദ ടെമ്പറേച്ചർ ഓഫ് ദ പ്ലേസ്
ഇല്ല നോക്കാം. The temperature of the place is vary in accordance with its latitudinal location, altitude, nearness to sea and the wind. അതാണ് ഇപ്പോൾ നമ്മൾ 4 എണ്ണം പഠിച്ചത് അല്ലേ? ഏതൊക്കെയാണ് 4 എണ്ണം പഠിച്ചത്? എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ദ ഫാക്ടേഴ്സ് വിച്ച് ഇൻഫ്ലുവൻസ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ ടെമ്പറേച്ചർ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രം, ഒരു ടോപ്പിക്ക് മാത്രമേ ഉള്ളൂ. എന്താണ്? ദ ഫാക്ടേഴ്സ് വിച്ച് ഇൻഫ്ലുവൻസ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടെമ്പറേച്ചർ. അതിൽ നമ്മൾ ഫസ്റ്റ് വൺ പറഞ്ഞു എന്താണ്? ലാറ്റിറ്റ്യൂഡ്. പിന്നത്തെയാണ് ഓൾട്ടിറ്റ്യൂഡ്, ദെൻ നിയർനെസ് ടു സീ, ഓഷ്യൻ ആൻഡ് ദ വിൻഡ്. അക്ഷാംശസ്ഥാനം, ഉയരം, സമുദ്ര സാമീപ്യം, കാറ്റുകൾ തുടങ്ങിയ ഘടകങ്ങളാണ്. അടുത്ത ടോപ്പിക്കാണ് ആഗോള താപവികിരണം, ഗ്ലോബൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടെമ്പറേച്ചർ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം. ഓക്കെ.